CPM-ന്റെ പല നേതാക്കന്മാരും എന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ SITക്ക് കഴിയുന്നില്ല? ഈ വക മർമ്മപ്രധാനങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇതേവരെ ഉത്തരം കിട്ടുന്നില്ല. എത്ര കണ്ട് അന്വേഷണം വിപുലവും വ്യാപകമാക്കിയാലും കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കേരള സർക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ CBI വരട്ടെ, അതിലെന്തിനു ഭയപ്പെടണം? അപ്പോൾ CBI വരണ്ട, ED വേണ്ട, അന്വേഷണത്തിൽ വേറെ ആരും ഇടപെടാൻ പാടില്ല. ഇതിന്റെ വിവിധ മാനങ്ങൾ ഉള്ള കേസായതുകൊണ്ട് അതിന്റെ അന്വേഷണം വ്യാപകമാകാൻ പാടില്ല. സംസ്ഥാനാന്തര ബന്ധം അതുപോലെ ദേശാന്തര ബന്ധം ഒക്കെയുള്ള ഈ ഒരു വലിയ വിഷയത്തിൽ മറ്റ് അന്വേഷണ ഏജൻസികളൊന്നും പാടില്ല, ദേശീയ ഏജൻസികൾ വേണ്ട എന്ന സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമാണ്. ഇതെല്ലാം കൂടി ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട്, നീക്കുപോക്കുകളൊക്കെ ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം ഭക്തജനങ്ങൾക്കുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ മകരവിളക്ക് നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ തന്ത്രി മുഖ്യൻ ആ ക്ഷേത്രത്തിൻ്റെ ആ കാലയളവിലെല്ലാം തന്ത്രിയായിരുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്.